ഇന്നത്തെ അറിയിപ്പുകൾ. അടുത്ത അധ്യയന വർഷം മുതൽ ഇരട്ട ബിരുദ കോഴ്സുകൾക്ക് അവസരമൊരുക്കാൻ കാലിക്കറ്റ് സർവകലാശാല. ഷിഫ്റ്റ് ക്രമീകരിച്ചുള്ള പഠനത്തിലൂടെ വിദ്യാർത്ഥികൾക്ക് ഒരേ സമയം 2 വിഷയങ്ങളിൽ ഡിഗ്രി നേടാം. കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജുകളിൽ വിദ്യാർത്ഥികൾക്ക് അടുത്ത അധ്യയന വർഷം മുതൽ ഒരേ സമയം 2 ബിരുദ കോഴ്സുകൾ പഠിക്കാൻ അവസരം. ഒരു കോഴ്സ് ഉച്ചയ്ക്ക് മുൻപും രണ്ടാമത്തേത് ഉച്ചയ്ക്ക് ശേഷവും പഠിക്കാവുന്ന രീതിയിലാണ് നടപ്പാക്കുന്നത്. രാവിലത്തെയും വൈകുന്നേരത്തെയും ഷിഫ്റ്റ് സമ്പ്രദായങ്ങളിലേക്ക് മാറുന്ന കോളേജുകളിലെ കുട്ടികൾക്ക് ഇരട്ട ബിരുദ കോഴ്സിന് തൽക്കാലം സാധ്യതയുള്ളൂ. ചില കോഴ്സുകൾ അധ്യയന സമയം പുനഃക്രമീകരിച്ച് ഷിഫ്റ്റ് സമ്പ്രദായത്തിലാക്കാൻ നീക്കം തുടങ്ങിയിട്ടുണ്ട്. കോളേജ് പഠനം ഷിഫ്റ്റ് അടിസ്ഥാനത്തിലാക്കിയാൽ വിദ്യാർത്ഥികൾക്ക് രാവിലെ ഒരു കോളേജിലും വൈകിട്ട് മറ്റൊരു കോളേജിൽ വേറൊരു വിഷയവും പഠിച്ച് ഒരേ കാലത്ത് ഇരട്ട ബിരുദം നേടാനാകും. അടുത്ത അധ്യയന വർഷം ബിരുദ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുമ്പോൾ ഇരട്ട ബിരുദത്തിന് താൽപര്യമുള്ളവർക്ക് ഏതൊക്കെ കോളേജിൽ അവസരമുണ്ടെന്ന് വ്യക്തമാകും. അതനുസരിച്ച് കുട്ടികൾക്ക് ഓപ്ഷൻ നൽകാൻ കഴിയും. ഇരട്ട ബിരുദവുമായി ബന്ധപ്പെട്ട് 2022 ഏപ്രിലിലാണ് UGC നിർദ്ദേശം വന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ചരിത്രത്തിലാദ്യമായി 3 MLA-മാരുമായി BJP നിയമസഭയിലേക്ക്. കൈവിട്ട നിയമം തിരിച്ചുപിടിച്ച രാജീവ് ചന്ദ്രശേഖറും ചാത്തന്നൂരിൽ ചരിത്ര വിജയവുമായി BB ഗോപകുമാറും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ കടകംപള്ളി സുരേന്ദ്രനെ തോൽപ്പിച്ച് V മുരളീധരനും കേരളത്തിൽ താമര വിരിയിച്ചു. കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ മാറ്റത്തിന് വഴിവെക്കുന്ന ഫലങ്ങളോടെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 അവസാനിച്ചത്. വർഷങ്ങളായി നിലനിന്നിരുന്ന LDF UDF ആധിപത്യത്തിനിടയിൽ BJP ശക്തമായ തിരിച്ചുവരവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിലെ നേമം മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖർ നേടിയ വിജയം ഈ മാറ്റത്തിന്റെ മുഖ്യ സൂചനയായി മാറി. LDFന്റെ സിറ്റിംഗ് MLA-യും മന്ത്രിയുമായ V ശിവൻകുട്ടിയെ പരാജയപ്പെടുത്തി രാജീവ് ചന്ദ്രശേഖർ നേടിയ ജയം സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായി. UDF സ്ഥാനാർത്ഥിയായ KS ശബരിനാഥനും മത്സരത്തിൽ ശക്തമായി നിലകൊണ്ടിരുന്നെങ്കിലും അവസാനഘട്ടത്തിൽ വോട്ടർമാരുടെ പിന്തുണ BJP-യിലേക്ക് നീങ്ങിയതാണ് ഫലം മാറ്റിയത്. നേമം മണ്ഡലം BJP ഏറെ പ്രാധാന്യമർഹിക്കുന്ന സീറ്റായി കണക്കാക്കപ്പെടുന്നു. 2016-ൽ O രാജഗോപാൽ ഇവിടെ നിന്ന് വിജയിച്ചപ്പോൾ അത് വ്യക്തിപ്രഭാവത്തിന്റെ ഫലമാണെന്നായിരുന്നു വിലയിരുത്തൽ. എന്നാൽ 2021-ൽ കുമ്മനം രാജശേഖരൻ മത്സരിച്ചെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് 2026-ൽ വീണ്ടും നേമം പിടിച്ചടക്കിയത്. പാർട്ടിക്ക് സംസ്ഥാനത്ത് സ്ഥിരമായ വോട്ട് ബേസ് രൂപപ്പെട്ടുവെന്ന സൂചനയായി വിലയിരുത്തപ്പെടുന്നത്. ഇത്തവണ നേമത്തിൽ മാത്രമല്ല, കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ മണ്ഡലത്തിൽ BJP-യുടെ BB ഗോപകുമാറും വിജയിച്ചു. V മുരളീധരനിലൂടെ കഴക്കൂട്ടം മണ്ഡലവും BJP സ്വന്തമാക്കി. ശക്തമായ മത്സരത്തിനൊടുവിലാണ് 126 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ എതിരാളിയായ കടകംപള്ളി സുരേന്ദ്രനെ തോൽപ്പിച്ച് V മുരളീധരൻ മണ്ഡലം കൈപ്പിടിയിലൊതുക്കിയത്. ഇതോടെ സംസ്ഥാന നിയമസഭയിലെ BJP അംഗസംഖ്യ 3 ഉയർന്നു. ഒരാളിൽ നിന്ന് 3 ഉയർന്ന ഈ സാന്നിധ്യം സഭയിൽ ശക്തമായ പ്രതിപക്ഷ ശബ്ദമായി പ്രവർത്തിക്കാൻ പാർട്ടിക്ക് സഹായകരമാകും. താഴെത്തട്ടിലുള്ള സംഘടനാ പ്രവർത്തനങ്ങളെ വോട്ടായി മാറ്റാൻ BJP-ക്ക് കഴിഞ്ഞതും ഈ വിജയത്തിന് പിന്നിലെ പ്രധാന ഘടകമാണ്. കൂടാതെ കേന്ദ്രത്തിലെ ഭരണനേട്ടങ്ങളും നരേന്ദ്രമോദിയുടെ ജനപ്രീതിയും യുവതലമുറയെയും മധ്യവർഗ വോട്ടർമാരെയും സ്വാധീനിച്ചതായി വിലയിരുത്തപ്പെടുന്നു. പരമ്പരാഗതമായി LDF-നും UDF-നും ലഭിച്ചിരുന്ന വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്താനും നഗര കേന്ദ്രീകൃത വോട്ടർമാരുടെ പിന്തുണ നേടാനും BJP-ക്ക് കഴിഞ്ഞത് കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറുന്നതിന്റെ സൂചനയായി കണക്കാക്കപ്പെടുന്നു. രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം നടന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ പാർട്ടി ഈ നേട്ടം കൈവരിച്ചതും ശ്രദ്ധേയമാണ്. ഇരുമുന്നണികളും മാറി മാറി ഭരിച്ചുവരുന്ന കേരളത്തിൽ BJP നേടിയ ഈ ട്രിപ്പിൾ എൻട്രി ഭാവിയിലെ തെരഞ്ഞെടുപ്പുകൾക്ക് വലിയ സ്വാധീനം ചെലുത്തുമെന്ന് വിലയിരുത്തപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അട്ടിമറികൾ ഏറെ കണ്ട തെരഞ്ഞെടുപ്പിനൊടുവിൽ ഇടതുകോട്ടകൾ തകർത്ത് UDF മുന്നേറുമ്പോൾ പരാജയപ്പെട്ട പ്രമുഖരിൽ ഏറെയും ഇടതുപക്ഷത്തിൽ നിന്ന് തന്നെയാണ്. LDF-ലെ 12 മന്ത്രിമാരാണ് ഈ തിരഞ്ഞെടുപ്പിൽ നിലം തൊടാതെ വീണത്. സംസ്ഥാനത്തെ UDF തരംഗത്തിൽ അടിപതറി ഇടതുമന്ത്രിമാരും മറ്റു പ്രമുഖരും. നിയമമണ്ഡലത്തിൽ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ V ശിവൻകുട്ടി നേരിട്ട പരാജയമാണ് അതിലൊന്ന്. BJP-യുടെ രാജീവ് ചന്ദ്രശേഖരനോടാണ് മന്ത്രി പരാജയം ഏറ്റുവാങ്ങിയത്. 2876 വോട്ടിനാണ് ഇവിടെ ശിവൻകുട്ടി പരാജയപ്പെട്ടത്. 36,931 ശിവൻകുട്ടി നേടിയ വോട്ട്. BJP-യുടെ കുമ്മനം രാജശേഖരനെ 3949 വോട്ടിന് പരാജയപ്പെടുത്തി ശിവൻകുട്ടി വിജയിച്ചു കയറിയ മണ്ഡലമാണിത്. മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി J. ചിഞ്ചുറാണി ചടയമംഗലം മണ്ഡലത്തിൽ നിന്നാണ് മത്സരിച്ച് പരാജയപ്പെട്ടത്. UDF-ന്റെ MM നസീറിനോട് 7432 വോട്ടിനാണ് പരാജയപ്പെട്ടത്. 2021-ൽ 13,678 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ MM നസീറിനെ തന്നെ പരാജയപ്പെടുത്തി
ചിഞ്ചുറാണി ജയിച്ചു കയറിയ മണ്ഡലമാണിത്. തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് പോലും വിവാദങ്ങൾ നിറഞ്ഞു നിന്ന മണ്ഡലമാണ് പത്തനാപുരം. മുൻ വർഷങ്ങളിൽ ഏറ്റുമുട്ടിയ നേതാക്കളാണ് ഇക്കുറിയും ഇവിടെ 1-2 സ്ഥാനങ്ങളിൽ ഏറ്റുമുട്ടിയത്. ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ UDFന്റെ ജ്യോതികുമാർ ചാമക്കാലയോട് 8310 വോട്ടിനാണ് പരാജയപ്പെട്ടത്. 2021 ജ്യോതികുമാർ ചാമക്കാലയെ 14336 വോട്ടിന്റെ ലീഡോടെ ഗണേഷ് കുമാർ പരാജയപ്പെടുത്തിയ മണ്ഡലമാണിത്. ഈ കഴിഞ്ഞ മന്ത്രിസഭയിൽ നിരന്തരം വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ആരോഗ്യവകുപ്പിനെ നയിച്ച മന്ത്രി വീണ ജോർജും തിരഞ്ഞെടുപ്പിൽ പരാജയം ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. ആറന്മുളയിൽ UDFന്റെ അബിൻ വർക്കിയോട് 18985 വോട്ടിനാണ് മന്ത്രി പരാജയപ്പെട്ടത്. തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് അബിനും വീണ ജോർജും ഒരുമിച്ച് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും പരസ്പരം പഴിചാരുകയും ഉണ്ടായിരുന്നു. 2021 UDFന്റെ K ശിവദാസൻ നായരെ 19003 വോട്ടിന് പരാജയപ്പെടുത്തി വീണ ജോർജ് ജയിച്ചു കയറിയ മണ്ഡലമാണിത്. ഏറ്റുമാനൂർ മണ്ഡലത്തിൽ പരാജയപ്പെട്ട പ്രമുഖനും നിലവിലെ മന്ത്രിസഭയിൽ നിന്നാണ്. ദേവസ്വം മന്ത്രിയായ VN വാസവനാണ് UDFന്റെ നാട്ടകം സുരേഷിനോട് 19752 വോട്ടിന് പരാജയപ്പെട്ടത്. 2021 UDFന്റെ പ്രിൻസ് ലൂക്കോസിനെ 14333 വോട്ടിന് പരാജയപ്പെടുത്തി വാസവൻ വിജയിച്ച മണ്ഡലമാണിത്. BJPയുടെ വിജയപ്രതീക്ഷയുണ്ടായിരുന്ന സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും തോൽവി ഏറ്റുവാങ്ങി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.